സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ 14 ജില്ലകളെ മൂന്നായി തിരിച്ചുകൊണ്ട് ഉത്തരമേഖല, മധ്യമേഖല, തെക്കൻ മേഖല എന്ന നിലയിൽ സമ്മേളനങ്ങൾ നടത്തുകയുണ്ട്. ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. മധ്യമേഖലാ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു. അത് തെക്കൻ മേഖലാ സമ്മേളനമാണ് 4 ജില്ലകളുടെ ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ സമ്മേളനമാണ് കൊല്ലത്ത് വെച്ച് നടത്തുന്നത്. കേരള കോൺഗ്രസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ആർ ബാലകൃഷ്ണപിള്ള സാർ ഞങ്ങളുടെ പ്രചോദനമായി, കേരള രാഷ്ട്രീയത്തിലെ ഇന്നും തലയെടുപ്പുള്ള നേതാവ്, ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള കേരള രാഷ്ട്രീയം ഉണ്ടായിട്ടേയില്ല. വിവാദങ്ങളിലൂടെയാണെങ്കിലും നമ്മുടെ നാടിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ശക്തമായ നിലപാട് ഉയർത്തിയ നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം കഴിഞ്ഞ 3 വർഷക്കാലമായി ഞങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിട്ടു. അതിനുശേഷം ഈ പാർട്ടിയുടെ ചുമതല, അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പത്തനാപുരത്തിൻ്റെ MLA-യും ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ അവരുടെ ശക്തമായ സംഘടനാ പ്രവർത്തനം, 14 ജില്ലകളിലും ആ സംഘടനാ പ്രവർത്തനങ്ങൾ നിലച്ചു നിൽക്കുമ്പോൾ തെക്കൻ മേഖലയിൽ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലം പട്ടണത്തിൽ പങ്കെടുപ്പിച്ച് മഹാസമ്മേളനം പീരങ്കി മൈതാനിയിൽ ഏറെ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെടും. അതിൻ്റെ അധ്യക്ഷസ്ഥാനം പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ KB ഗണേഷ് കുമാർ അധ്യക്ഷനായും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യ അതിഥിയായും കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന നേതാക്കന്മാരടക്കം ഒരു വലിയ ജനാവലി തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലുള്ള സംഘടനാ പ്രവർത്തനമാണ് സംഘാടക സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നമുക്കറിയാം, കേരള കോൺഗ്രസ് ബിയുടെ 11 നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ നിലയിൽ സംഘടനാ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ, ഞങ്ങളുടെ തെക്കൻ മേഖലകളിൽ മുമ്പെങ്ങുമില്ലാത്ത സംഘടനാ സംവിധാനത്തിൻ്റെ വളർച്ച, അത് ആ സംഘടനാ ശക്തി കാണിക്കുന്ന ഒരു പ്രകടനവും പൊതുസമ്മേളനവുമായിരിക്കും നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ ശക്തി ജനങ്ങൾ കാണണം. പാർട്ടി ചെയർമാൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഗതാഗത വകുപ്പ് കഴിഞ്ഞ 9 മാസക്കാലമായി ഗതാഗത വകുപ്പ് ലഭിച്ചിട്ട് ആ ഗതാഗത വകുപ്പ് ഇത്രയും ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നീതിയുക്തമായ പ്രവർത്തനം, ശക്തമായ നിലപാടുകൾ, അത് ഏത് മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴും തൻ്റെ നീതിമാനായിട്ടുള്ള ആ തീരുമാനങ്ങൾ, സത്യസന്ധമായ നിലപാടുകൾ, ആ നിലപാടുകൾ എന്നും വിളിച്ചു പറയുകയും ആ നിലപാടിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് ശക്തി പകരുന്നതിന് വേണ്ടിയും അദ്ദേഹം അടക്കം ഈ റാലിയിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണ പരിപാടികളാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ആശ്രമ മൈതാനിയിൽ നിന്നും 3 മണിക്കാണ് പ്രകടനം ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലയിലെ 11 നിയോജക മണ്ഡലം കമ്മിറ്റിയും പ്രത്യേകം ബാനറിൻ്റെ കീഴിലാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ പ്രത്യേക ബാനറിൻ്റെ കീഴിലും മനോഹരമായ നിലയിൽ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷം ഒരു വലിയ പ്രധാനപ്പെട്ട മുന്നണിയാണ്. വർഗീയതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുവാനും കേരളമെന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം തുടർഭരണം കിട്ടി, ആ തുടർഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ശക്തമായ പിന്തുണ കൂടിയാണ് ഞങ്ങളുടെ ഈ സമ്മേളനവും റാലിയും. എല്ലാ മാധ്യമപ്രവർത്തകരും, ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 20 ദിവസക്കാലമായി ഞങ്ങൾ വലിയ ബോർഡുകളൊക്കെ സ്വാഭാവികമായും സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില പ്രചരണ പരിപാടികളൊക്കെ നമ്മുടെ നടത്തി. പക്ഷേ കോടതി വിധി പ്രചരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് അല്പം തടസ്സപ്പെട്ടുവെങ്കിലും ഞങ്ങൾ പരമാവധി
ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഓരോ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറി ഈ സമ്മേളനത്തെക്കുറിച്ച് ഓരോ വീടുകളിലും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളടക്കം വലിയ നിലയിലുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം കേരള കോൺഗ്രസ് ബിയുടെ ശക്തി തെളിയിക്കുന്ന ശക്തമായ ഒരു സമ്മേളനമായിരിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഈ സമ്മേളനം തീർച്ചയായും കേരള രാഷ്ട്രീയത്തിനൊരു മുതൽക്കൂട്ടാണ്. കേരള കോൺഗ്രസ് ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു മുതൽക്കൂട്ടായി ആകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.